ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 79. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ പ്രേക്ഷകരുടെ ഹോട്ട്സ്റ്റാർ പോളിൽ വന്നിട്ടുള്ള ടാസ്കിൻ്റെ കുറച്ച് ഗ്ലിംസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആര്യൻ ആൻഡ് അനുമോൾ കൈ കെട്ടിയിട്ടുള്ളത് അത് സത്യത്തിൽ അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ. ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ ഒരു പോൾ ഇടുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇവർ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത് കാണിക്കുക എന്നുള്ളത് അതിന് വേണ്ടി മാത്രം ഇട്ടൊരു സാധനമാണത്. പർട്ടിക്കുലർ സാധനം ഇട്ടിട്ട് അവരത് നിർത്തി. പിന്നെ ഇന്നത്തെ ഓക്കെ തിങ് അത്രേ ഉള്ളൂ. അനുമോള് മറ്റേ ഡിയോഡറന്റ് തേക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ആര്യം ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന സാധനമുണ്ട്. ആര്യന്റെ മനസ്സിൽ എന്താവും അറിയോ, ഓ ഇനി നാളെ ഞാനെങ്ങാനും ഇനി ഇപ്പുറത്ത് തിരിഞ്ഞ് കൊങ്കടിട്ട് നോക്കി എന്നിട്ട് ഇവള് പറയൂ എന്നുള്ളൊരു പേടി ഓന് നന്നായിട്ടുണ്ട്. അല്ല അതുവരെ അവൾക്ക് ഡിയോഡറന്റ് ഉണ്ട്, കൈ പിടിച്ചപ്പോഴത്തേക്കും ഡിയോഡറന്റ് ഉണ്ടാവും. അത് അങ്ങനെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇടാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഉണ്ടിനകത്ത് ആരിനൊരു പേടി ഉണ്ടാവും എന്താണ്, കാരണം അപ്പുറത്തുള്ളത് അനുമോളാണ്. ഇത് ഏത് രീതിക്ക് എന്ത് പറയുന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ സംഗതി ഒരു പേടിയുടെ മനസ്സിലിരിക്കുന്നതായിട്ട് തോന്നി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലത്തെ ദ മെയിൻ ട്വിസ്റ്റ് ഇൻ ദ പ്ലോട്ട്, അതായത് 3 ക്യാപ്റ്റൻസ് ആൻഡ് നോ ഇമ്മ്യൂണിറ്റി ഇല്ല. 3 ക്യാപ്റ്റന്മാരാക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത്. ബിഗ് ബോസ് ചരിത്രത്തിൽ പല PR ഗ്രൂപ്പുകളും പൊട്ടിത്തെറിച്ചു, പല ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സും പൊട്ടിത്തെറിച്ചു. ഘോരമായ പൊട്ടിത്തെറി. ഞാൻ നോക്കുമ്പോൾ അനുമോളുടെ ടീം തെറിച്ചങ്ങോട്ട് പോയി. അതുണ്ടായത് ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 3 ക്യാപ്റ്റന്മാർ എല്ലായിടത്തും പൊട്ടിത്തെറിയുന്നത് മൊത്തത്തിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടായത് അനുമോളുടെ ടീമിലാണ്. ബിക്കോസ് അനുമോൾ ഇതുവരെയായിട്ട് ക്യാപ്റ്റൻ ആയിട്ടില്ല. പിന്നെ അനുമോളാണെന്നുണ്ടെങ്കിൽ ഇവര് മറ്റേ ഇതിന് ശേഷമുള്ള ഇവരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു കേട്ടോ, അക്ബറിന്റെ ആര്യന്റെയും നെവിന്റെയും. ഞാൻ എൻജോയ് വളരെ എൻജോയ് ചെയ്തു. ഇവരുടെ 3 പേരുടെയും ആ ഒരു കെമിസ്ട്രി, ആ ട്രയോടെ ഒരു കെമിസ്ട്രി, ഒരു കോംബോ എനിക്ക് വർക്കാണ്. ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പട്ടാ ഗേൾസിനേക്കാ ഐ ലൈക്ക് ദിസ് ഈസ് ഫൺ. ഭയങ്കര രസമാണ്. അവര് ഗെയിമായിട്ട് കളിക്കുന്നുണ്ട്. ഇനി ഗ്രൂപ്പായിട്ടാണെങ്കിൽ അങ്ങനെ ഞങ്ങള് ഇത് മറ്റേ ആസിഫ് അലിന്റെ സിനിമയെ പറഞ്ഞത്, ഞങ്ങൾ കക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കക്കുന്ന പരിപാടിയല്ല. ഓക്കെ, പട്ടാ ഗേൾസ് ആൻഡ് ദ ബെൽറ്റ് ഈസ് ലൈക്ക് ഞങ്ങൾ ഗ്രൂപ്പല്ല എന്ന് പറഞ്ഞിട്ട് അവര് വലിയ ഗ്രൂപ്പായിട്ട് അവർ കളിക്കും. പക്ഷെ ദിസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇവർ ഫൈനാണ്, ഇവർ ഫണ്ണാണ്. ഞാൻ എന്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവർക്കും അനുമോൾ PR-കൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് പൊള്ളും എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പൊള്ളാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തരാ, എനിക്ക് ഭയങ്കര ട്രയോ. അപ്പൊ അവരത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് അവരോട് എന്ത് പറഞ്ഞു, നല്ല പണികളും കൊടുത്തു, നല്ല രസമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവര് അനുമോളുടെ ഭാവം കാണണം. അനുമോളെ വെസൽ ടീമോടുകൂടി അനുമോള് തകർന്ന് അടിഞ്ഞു പോയി. ഷാനവാസിനും പറഞ്ഞപ്പോ ഷാനവാസ് നേരെ പോയിട്ട് ഷാനവാസും ഇതൊക്കെ നല്ല ഫണ്ണായിട്ട് അതിനെ ഷാനവാസ് പോയിട്ട് നല്ലൊരു തീരുമാനമായിരുന്നു, കൈ കൊടുത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിലെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ജസ്റ്റ് ഫൺ എന്നുള്ള രീതിക്ക് തന്നെയാണ് പൊട്ടിയത്. അപ്പൊ അനുമോൾ അതിനിടയിൽ കൂടി ഇത് എന്തെങ്കിലും ഒരു കുരുട്ട് ഞാൻ കണ്ടു ആലോചിച്ചോണ്ടിരിക്കുകയാണത്. ആ സാധനം ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നതാണ് ടോയ്ലറ്റിന്റെ കേസ് അനുമോൾ എടുത്തിട്ടത്. അതും അവരുണ്ട് ഇല്ലാതാക്കി. ആണിനും പെണ്ണിനും ഇനി ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് വേണ്ട. ആകെ 3 പെണ്ണുങ്ങളും ബാക്കി ആണുങ്ങളുമാണുള്ളത്. അതുകൊണ്ട് അത് അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്തത് ബെഡ്ഷീറ്റ്. അതിനാണ് അക്ബർ അടിച്ച സാധനം, ചീര സാധനം. പിന്നെ നമ്മളൊക്കെ രാവിലെ വീട്ടിൽ ഡാൻസ് കളിച്ചിട്ടുള്ളൂ. വീട്ടിൽ രാവിലെ എല്ലാവരും അവരവരുടെ വീട്ടിൽ എന്താ ചെയ്യാ, പുതപ്പ് പറിക്കണം. ബേസിക് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് മാനേഴ്സ് ആണ്. അതല്ലാതെ അവിടെ നീച്ചിട്ട് ഞാനതല്ല എന്ന് പറയുന്നില്ല. രാവിലെ നീക്കുന്ന സമയത്ത് നമ്മുടെ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ബിഗ് ബോസിനകത്ത്. നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ടോ ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവരും ഓൾമോസ്റ്റ് അത് ചെയ്യും. ഇപ്പൊ ഈ അനുമോൾ ഇത് എടുത്ത് പറഞ്ഞില്ലെങ്കിലും അവരത് ചെയ്യും. അനുമോൾ മറ്റേ പഞ്ചാബി ഹൗസിലെ സീനായിരുന്നു. ആർക്കാ ഇതില് നന്നായിട്ട് തുണി അലക്കാനായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ ആർക്കാണ് ഇതിൽ നന്നായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വേണമെങ്കിൽ ഇവരെ പഠിപ്പിച്ചു കൊടുക്കാതെ. ആ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. അനുമോളുണ്ടല്ലോ ചോദിച്ചെരന്ന് വാങ്ങിയ പണിയാണ് അതൊക്കെ. അതൊരു എസ്തെറ്റിക്സ് കീപ്പ് ചെയ്യണം. അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നീച്ചിട്ട് ലാസ്റ്റ് സ്വയം പണിയും വാങ്ങി അവിടെ ബ്ലിങ് അടിച്ചിരുന്ന അനുമോള്.
പിന്നെ ഫുഡ് ഉണ്ടാക്കണത് ഇവര് മൂന്നുപേരും. എനിക്ക് മറ്റേ ഇവര് അനീഷിന് കൊടുത്ത സാധനം ഇഷ്ടമായി. അനീഷേട്ടാ നിങ്ങൾ പോയി എടുത്തോ, നിങ്ങൾ പോയി എടുത്തോ, സ്റ്റോറൂം പോയി നിങ്ങൾ എടുത്തോ, പക്ഷെ വായിക്കരുത്. പക്ഷെ അയാൾക്ക് അത് മതി. അയാൾക്ക് അങ്ങനെ ഒരു സ്പേസ് അതെന്താ പറയാ, ആ മനുഷ്യൻ ചിരിച്ചുണ്ട്. അയാളെന്തൊന്ന് ചിരിച്ചുണ്ട്. അയാൾ കുറച്ച് ആ മറ്റേ ജയിലിന്റെ പേര് വന്നതിലൊക്കെ ഒരു ടെൻഷനിലായിരുന്നു. അയാൾക്ക് അതിൽ നിന്നൊരു ചിരി പൊട്ടി. പക്ഷെ ഞാൻ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവര് ഭയങ്കര ആക്റ്റീവായപ്പോ നമ്മളുടെ അക്ബർ, ആര്യൻ, നെവിൻ, സാബുമാൻ, അനുമോള് പിന്നെ ഓൾറെഡി ആക്റ്റീവാണ്. ഇവര് ഈ 5-6 ആളെ ആക്റ്റീവായപ്പോ എന്താ ഉണ്ടായി അറിയാം, അനീഷ് ഭയങ്കര സൈഡായി. അനീഷിന് ഒട്ടുമില്ല സ്പേസ് കിട്ടാതെ. അതായത് മൊത്തത്തിൽ ഇനിയിപ്പോ എന്താ പ്രശ്നം വെച്ചാൽ അനീഷിന് ആ ഒരു ടിക്കറ്റ് ഫിനാലെ അനീഷ് അങ്ങനെയാണ് തോന്നുന്നു എനിക്ക്. ഒരു ടാസ്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് അത് ടാസ്ക് വർമ്മൻ എഫക്റ്റ് ആ ചങ്ങായിക്ക്. അതായത് അയാളെ സ്ട്രെസ്ഡ് ആക്കും. അങ്ങനെ അയാളുടെ ഡേ കണ്ടന്റുകൾ കുറയും. ഫുൾ ടാസ്ക് ഫോക്കസ് ചെയ്തിട്ട് അയാൾ ഈ ഡൈ ഹാർട്ട് ടാസ്ക് കളിക്കാൻ നടക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾക്ക് ആ ഒരു സ്ട്രെസ് ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ടിക്കറ്റ് ഫിനാലയുടെ എൻറ്റയർ ഈ ഒരാഴ്ച അയാളെ കാണാൻ വളരെ പാടായിരിക്കും. അത് അയാൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് അയാളെ വോട്ട് ബാങ്കിന്. കാരണം സാബുമാൻ അപ്പുറത്ത് എന്തായി ടാസ്ക് പെർഫോം ചെയ്യാനും കുറച്ച് വെർബലിയും സാധനങ്ങളുമായിട്ട് ഇപ്പം നെവിനായിട്ടൊരു ക്ലാഷ് ഒക്കെ ആയിട്ട് സാബുമാൻ ഇറങ്ങിയപ്പോൾ ഈ കോമണർ സാധനത്തിൽ നിന്ന് ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും അത് ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം ബിഗ് ബോസിന്റെ വക അടുത്ത പരിപാടി ഏത് നോമിനേഷൻസിന്റെ പരിപാടി വന്നു. നോമിനേഷൻസ് ഇപ്രാവശ്യം എങ്ങനെ ചെയ്യണം, അവനവൻ ഇരിക്കുന്ന അതായത് പ്രവർത്തികൾ നിങ്ങൾ ഓരോന്ന് വീട്ടിൽ ചെയ്യും. ഇത് രസമുള്ള പരിപാടി കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യൂ. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ചോദിക്കാം. ആദ്യം അനീഷിനോട് ചോദിക്കുന്നു, അനീഷ് നീച്ച് നിൽക്കുന്നു. അനീഷിനോട് ആദ്യം ബിഗ് ബോസ് ചോദിക്കാൻ കാരണം എന്താ പറയുക, അനീഷിനോട് ചോദിച്ചാൽ അതാണ് തീർന്നു കിട്ടിയല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അനീഷിന് അത്രയും സമയം കൊടുത്ത് കളയേണ്ട കാര്യമില്ല. അപ്പൊ അനീഷിനോട് ആദ്യം ചോദിക്കുമ്പോൾ സബുമാനും നൂറയുമാണ് നമ്മളുടെ അനീഷ് പറയുന്നത്. അപ്പൊ അനീഷിന്റെ ഒരു ബേസിക് സാധനം എന്താ വെച്ചാൽ സാബുമാനായിട്ട് ലാലേന്റെ എപ്പിസോഡിൽ തന്നെ അയാൾക്കൊരു ചെറിയ ഫ്രിക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് തോന്നുന്നു അയാൾ സാബുമാൻ എടുത്തത്. ഓറൻസ് അയാൾ എടുത്തതെന്ന് പറഞ്ഞാൽ 2 ഇനാക്റ്റീവ് ആയിട്ടാണ്. അയാൾ കറക്റ്റ് പോയിന്റ് പ്ലേസ് ചെയ്ത പോയിന്റ് കറക്റ്റ് ആണ്. 2 പേരും കുറച്ച് ഇനാക്റ്റീവ് ആണ്. അത്ര ആക്റ്റീവായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇല്ല. അല്ല, അനീഷിന് ഇങ്ങനത്തെ കാര്യങ്ങൾ, അനീഷിന് സാബുമാനെ പിക്ക് ചെയ്യാൻ ആ ഇനാക്റ്റീവ് എന്നുള്ള സാധനത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു പ്രൊവോക്കേഷൻ കിട്ടിയത് ലാലേന്റെ എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടുള്ള ഒരു അടി സാബുമാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അനീഷിന്. അപ്പൊ അതുകൊണ്ടാവും അനീഷ് അത് പിക്ക് ചെയ്തത്. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടല്ലോ. അയാൾ കുറച്ച് ഷ്രൂഡാണ് ആള്. നൈസായിട്ട് എന്ത് ചെയ്തു, നൂറേനെ പിടിച്ച് ഒപ്പിട്ടിട്ട് അത് 2 പേരും അത്ര ആക്റ്റീവ് അല്ല എന്നുള്ള രീതിക്ക് സാധനം അടിച്ചിട്ട് വിട്ട്. അടുത്ത നെവിൻ, സാബുമാൻ ആൻഡ് അനുമോൾ. നെവിൻ ശരിക്കും ട്രിഗറാണ് ചെയ്യുന്നത്. നെവിൻ സാബുമാനെ ട്രിഗർ ചെയ്ത് വിട്ടതാണ്. അനുമോൾ ഇസ് എൻ ഓബ്വിയസ് ഓപ്ഷൻ ഫോർ നെവിൻ. എന്താണെങ്കിലും അനുമോളെ എങ്ങനെയും നെവിൻ ചെയ്യും. എന്ത് കാരണം കൊണ്ടും ചെയ്യും. സാബുമാനെ പിടിക്കുന്ന സാബുമാൻ ഒരിക്കലും വിചാരിച്ചില്ല നെവിൻ സാബുമാനെ പിക്ക് ചെയ്യുന്നുള്ളൊരു സംഗതി. എനിക്ക് തോന്നുന്നു സാബുമാന്റെ ഭാഗത്തില്ല. അതാണ് നെവിനും അനുമോളും കൂടി ഇന്ന് മറ്റേ നെവിന്റെ അടുത്ത് പോയിട്ട് എന്ത് നീ മറ്റതാണ് 2 തവണ കാലിടുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ നെവിനും അനുമോളും പോയിട്ട് നെവിന്റെ അടുത്ത് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ആര്യൻ ഷാനവാസിനെയും അനീഷിനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അക്ബർ ശരിക്കും നൂറേനെയും ആദിലേനെയും കറക്റ്റ് ഇട്ട് കൊടുത്തതാ. എന്തിന് അടുത്ത വരാൻ പോകുന്ന ആളുകൾക്ക്. കാരണം അക്ബർ അവിടെ നോക്കിയാ ചെയ്തേ. അവിടെ അതില് നൂറുണ്ട്. നൂറയ്ക്കപ്പുറം ഇവ ഒന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആവും. അപ്പൊ ആദിലേനെയും കൂടി ഇട്ട് കൊടുത്താൽ അടുത്ത ചെയ്യാനുള്ള സാബുമാൻ ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ആദിലേക്കും കൂടി ഒന്ന് കൊടുക്കാമായിരുന്നു. അങ്ങനെ ആദിലെയും നൂറയും കൂടി എന്തില് കയറിയ വോട്ടിങ്ങിൽ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ വീട്ടിൽ എല്ലാരും അടിക്കാനുള്ള സാധനമായി. മനസ്സിലായോ? അതിനകത്ത് എല്ലാരും വരും. പിന്നുള്ളത് ഷാനവാസിന് വേണമെന്നുണ്ടെങ്കിൽ ആദിലേക്ക് പറയാം. കാരണം ഷാനവാസിന് ഓൾറെഡി ഒന്നുണ്ട്. ഇത് ആദിലേനെയും നൂറേനെയും ആര് പറഞ്ഞു, അക്ബർ പറഞ്ഞപ്പോ അവിടെ ആദില വേറെ ഗെയിം കളിച്ചു. അതായത് അക്ബർ കളിച്ച ഗെയിമിന്റെ മുകളിൽ ആര് കളിച്ചു, ആദില കളിച്ചു. അക്ബർ പറഞ്ഞ നൂറിന്റെ മുകളില് ഇവൻ കയറി പിടിച്ചാൽ മതിയായിരുന്നു. സാബുമാൻ ഒന്ന് കയറി പിടിച്ചിരുന്നെങ്കിൽ സാബുമാൻ അത് ചിന്തിച്ചില്ല. സാബുമാൻ ആ ഗെയിമിനെ കുറിച്ച് ആലോചിക്കാതെ സാബുമാൻ അത് പേഴ്സണൽ ആക്കിയിട്ട് നെവിനും അനീഷിനെയും പറഞ്ഞു. അനീഷും സാബുമാനെ പറഞ്ഞാണ്, നെവിനും സാബുമാനെ പറഞ്ഞാണ്. സാബുമാൻ എന്ത് ചെയ്തു, ഗെയിമിന്റെ സംഗതി എടുത്തില്ല. കാൽക്കുലേറ്റ് മാത്ത് ഭയങ്കര മോശമാണ്. ഇവര് വിചാരിച്ചിരുന്നെങ്കിൽ
ഇന്ന് കുറച്ച് പേര് വിചാരിച്ചെങ്കിൽ എല്ലാവരും എവിക്ഷനിൽ അതിന് പകരം ഇവരെന്ത് ചെയ്തു ഒക്കെ അങ്ങനെ പരസ്പരമുള്ള ഒരു സാധനം ആക്കിയിട്ട് അങ്ങനെ പോയി. അതിൽ അക്ബർ എനിക്ക് അക്ബർ അത് കൂടുതൽ ചിന്തിച്ചോണ്ടാണ് അക്ബർ ആ ഗെയിം എടുത്തിട്ട് അത് സാബുമാനെ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം നൂറയാണെങ്കിലും അക്ബറിനെ ആര്യനെയും പറഞ്ഞിട്ട് പോയി. സേഫ് ആയിട്ടാണ് നൂറ പറഞ്ഞത് അക്ബറിനെ ആര്യനെ. ആദില ഞാൻ പറഞ്ഞു അതിന് മുകളിലൊരു ഗെയിം കളിച്ചെന്താ വെച്ചെങ്കിൽ ആദില വന്ന് ഷാനവാസിനെ പറഞ്ഞ ലാസ്റ്റ് പറയുള്ള ഷാനവാസ. ആദിലക്ക് ഓൾറെഡി ആരാ മുകളിൽ ഒന്നുണ്ട്, അക്ബർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദില വന്ന് ഷാനവാസിനെ പറഞ്ഞ ഓബിയസ്ലി ഷാനവാസ് ആരെ പറയും, ആദിലെ പറയും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദിനെ എന്തിൽ ചാടി, ഇതിൽ ചാടി ഷാനവാസ് ഒറ്റൊന്ന് മാത്രമായിട്ട് സേഫ് പോകും. അപ്പൊ അത് വേണ്ടെന്നുള്ളത് കൊണ്ട് അല്ല ഷാനവാസ് ഒപ്പം വീഴും, ഷാനവാസിനെ അപ്പൊ രണ്ടെണ്ണം കയറും. അപ്പൊ ആദിലേക്ക് അത് വേണ്ടെന്നുള്ളത് കൊണ്ട് ആദിലെ നൈസായിട്ട് എന്ത് ചെയ്തു, ഷാനവാസിനെ പറഞ്ഞില്ല, പറയാതെ നൈസായിട്ട് ആ സാധനം അതിൽ അക്ബറിനും അനീഷിനും ഇട്ട് കൊടുത്തു. അക്ബറിന് 3 ആക്കി കൊടുത്തു ആ സംഗതി. അക്ബറിനും അനീഷിനും ഇട്ട് കൊടുത്തു. അതെ അനുമോളിനെ അക്ബറും ഓബിയസ്ലി അതേ വരൂ, അത് ഉറപ്പാണ്. കാരണങ്ങള് ഇപ്പൊ അനുമോളുടെ PR-നോ അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെടുന്നവർക്കോ ആ കാരണങ്ങൾ ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നാം. ഓക്കെ, വാലിഡ് ആയിട്ട് തോന്നാം. പക്ഷെ എനിക്കത് സ്ഥിരം അനുമോൾ അടിക്കുന്ന അനുമോളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ സാധനങ്ങൾ സ്ഥിരം അടിക്കുന്ന പോലെ എനിക്കത് ഫീൽ ആയിട്ടില്ല. എനിക്കതിലൊരു പ്രത്യേകിച്ചൊരു എക്സ്ട്രാ എലമെന്റലായിട്ടൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. ഞാൻ പലരും വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടപ്പോൾ ആ എൽസ എന്തെന്നറിയത് ഇവരൊന്നും ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സാധനം ഇത് അത്രമാത്രം പറയാൻ മാത്രമൊന്നും ഇല്ല. ലൈവിലാണെങ്കിലും കണ്ടപ്പോഴൊന്നും അങ്ങനെ കൺവിൻസിങ് ആയിട്ട് എനിക്കത് സാധനം തോന്നിയിട്ടില്ല. ഷാനവാസ് ആണെങ്കിൽ വന്നിട്ട് ആര്യനെയും അനുമോളെയും പറഞ്ഞിട്ട് പോയി. അതിൽ അനുമോളും ഞെട്ടി. കാരണം അനുമോള് കുറച്ച് ദിവസമായിട്ട് ഈ എന്താ പറയാ ഏട്ടൻ വൈബിലാണ് ഷാനുഖാനെ കാണുന്നത്. പക്ഷെ ഷാനുഖ ഇടയ്ക്കും ഗെയിം കളിക്കുന്നുണ്ട്, നല്ലതാണ്. അപ്പൊ മൂപ്പർ ആ അപ്പൊ പിന്നെ നൈസായിട്ട് ആ ഒരു ഒന്നും കൂടി കിട്ടി അനുമോക്ക്. അങ്ങനെ നമ്മൾ ആദിലും ഷാനവാസും ഇതിനകത്ത് എന്തായി സേഫ് ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഉള്ള കൂട്ടത്തിലെ ഒരു മേജർ വോട്ട് ഷെയർ ഉള്ള ആൾക്കാരാണ് ആദിലും ഷാനവാസും. അതിലെന്നെ എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ ആദിലിന്റെ വോട്ട് കമ്പൈൻ ആയിട്ട് പോകാൻ പോകുന്നത് നൂറയ്ക്കും അനീഷിന് ഒരിക്കലും ഷാനവാസിന്റെ വോട്ട് അത് പോകാൻ പോകുന്നത് നൂറയ്ക്കും അനുമോക്കും ആയിരിക്കും ആ വോട്ടുകൾ ചാടാൻ പോകുന്നത്. കാരണം അവര് തമ്മിലുള്ള ബോണ്ടുകളാണല്ലോ അവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച സാബുമാൻ ഉദാഹവ. സോ സാബുമാൻ തുടരും എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുണ്ട് ടിക്കറ്റ് ഫിനാലെ അല്ല, ഇത് എവിക്ഷനിൽ വന്ന പണിയാണ്. കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ ഇല്ല 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 രക്ഷപ്പെടും തോന്നുന്നു എനിക്ക്. അതിന്റെ ആണ് രക്ഷപ്പെടാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളുടെ എന്ത് കിട്ടി ഈ ഇല്ല എവിക്ഷൻ. ഇതിന് മുന്നത്തെ ആഴ്ചൻ്റെ എവിക്ഷൻ അല്ല. അപ്പൊ എന്താണെങ്കിലും അത് സീനില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാബുമാനും നെവിനും തമ്മിലുള്ള ഒരു ക്ലാഷ്. അതില് അതെന്താ പറയുക, ഈ സാധനം കുറച്ച് മുന്നേ പൊട്ടിക്കണ്ടിരുന്നു സാബുമാനെ ആ വീട്ടില് ട്രിഗർ ആരും അങ്ങനെ പ്രോപ്പറായി ചെയ്തിട്ടില്ല. അതിപ്പോ നെവിൻ അത് ഏറ്റെടുത്തു. അതൊക്കെ നെവിന് പ്ലസ്സാ. ഈ സാധനം ഒക്കെ നെവിന് പ്ലസ്സാ. ഇതെന്താ പറയുക, നെവിൻ ഭയങ്കര അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിട്ടാണ് ആ വീട്ടിനകത്തുള്ളവരുടെ ഇടയിൽ കൂടി പോകണം. പുറത്തിപ്പോൾ അങ്ങനെയല്ല സീന്. പക്ഷെ ബീട്ടിനകത്തുള്ളവർ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ഇവനെ. ഒരു അണ്ടർ ഡോഗ് നമുക്ക് പറയില്ല, ആ സാധനമാണ് ശരിക്കും നെവിൻ. ഇത് മനസ്സിലെങ്കിൽ അനുമോക്ക് ഇതൊരു പരിധി വരെ മനസ്സിലായിട്ടുണ്ട്. ഏത് വീട്ടുകാർ വന്നു പോയ സ്കീമിനകത്ത് ഇവൻ മെയിൻ ആവുന്നത് ഇവൻ അത് നോമിനേഷന്റെ സമയത്ത് പറഞ്ഞു. അപ്പൊ ഈ സംഗതി അനുമോക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി എത്ര പേര് അത് കണക്കിലെടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെയാണ് നെവിൻ ഒന്ന് ചാർജ് ആയപ്പോ. അത് ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് മനസ്സിലായി നെവിൻ ചാർജ്ഡ് ആണെന്നുള്ളത്. പിന്നെയാണ് മറ്റേ 3 പേര് ചെന്നിട്ട് ക്യാമറയോട് നോക്കി പറഞ്ഞത്. ഓ അതെന്ത് സാധനമായിരുന്നേ ഈ പ്രോഗ്രസീവ് വുമൻ. പ്രോഗ്രസീവ് വുമൻ അല്ല, അത് എന്ത് പ്രോഗ്രഷൻ? ഇത് എന്ത് പ്രോഗ്രഷൻ? എനിക്ക് മനസ്സിലായില്ല എന്താണെങ്കിലും പ്രോഗ്രഷൻ ഉള്ള. വിക്ടിം കാർഡ്, വുമൻ കാർഡ്, വിക്ടിം കാർഡ് ഇറക്കി ഇരക്കണ്, ജെൻഡർ കാർഡ് ഇറക്കി ഇരക്കണ്. അതായത് ഇവര് സ്ട്രോങ് ലേഡീസ് ആണ്. ഇവര് ശരിക്കും എന്താ വേണ്ടത്? ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് ഇങ്ങനെ ആണാണോ പെണ്ണാണോ നോക്കിയിട്ടുള്ള സ്കീമില് നമുക്ക് ആ പാറ്റേൺ കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇതങ്ങനെ. പക്ഷെ അല്ല, ഇത് ജനങ്ങളല്ലേ, ഇത് ബിഗ് ബോസ് ആണല്ലോ ചെയ്യുന്നത്, ഇത് ജനങ്ങളല്ലേ ചെയ്യുന്നത്. ജനങ്ങളാണ് വോട്ട് ചെയ്ത് പുറത്തു വിടുന്നത്.
ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്തു വിടുന്ന ഒരു പരിപാടിയാകുമ്പോൾ ആണുങ്ങളെ മാത്രം വെച്ചിട്ടല്ല. ഇത് ബിഗ് ബോസിന് ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ജനങ്ങളാണ് ഈ വോട്ട് കൊടുത്തിട്ട് ആൾക്കാരെ പുറത്താക്കുന്നു, നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനങ്ങൾ മെയിൻ ഷോവിനിസ്റ്റാന്ന് പറയണം. ഈ ബിഗ് ബോസ് ഷോ കാണുന്ന മെജോറിറ്റി ജനങ്ങൾ മെയിൻ ഷോവിനിസ്റ്റാന്ന് പറയണ്ടേ. ഇങ്ങനെ ഇരക്കുമ്പോ എന്താ അറിയോ, വാല്യൂ ആണ് ഡൗൺ ആവുന്നത്. എത്രയോ ബാക്കി സ്ത്രീകൾ ആണുങ്ങളുടെ ഇടയിൽ ഫൈറ്റ് ചെയ്തിട്ടും ആണുങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ ഫൈറ്റ് ചെയ്തിട്ടും പോകുന്ന ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. ഇത് ഇവര് വന്നിട്ട് അവിടെ വന്നിട്ട് അയ്യോ ഇരക്കാണ്. ഇങ്ങനെയാണ് ബിഗ് ബോസ് ഒരാണാണെങ്കിൽ ആണുങ്ങളെ പുറത്താക്കണം പറയണ കേൾക്കണം പറഞ്ഞു പ്രവോക്ക് ശരിക്കും ചോദിക്കേണ്ട കാര്യമല്ലേ ലാലേട്ടൻ? ഇനീഷ്യേറ്റ് ചെയ്തത് അനുമോളാണ്. ഇനീഷ്യേറ്റ് അനുമോളും നൂറിയും കൂടിയുള്ള സമയത്ത് തന്നെ രണ്ടുപേരും കൂടി ഇനീഷ്യേറ്റ് ആദിലും വന്നു. നൂറൊക്കെയാണ് പറയണ കേൾക്കണാണ്. എന്തൊരു ഇത് എന്തിനാ എടുക്കണേന്ന് എനിക്ക് മനസ്സിലാവാത്ത. അവരൊന്നില്ലെങ്കിൽ സെൽഫായിട്ട് ഫൈറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവര് അനുമോള് പോട്ടെ, പിന്നെ അനുമോൾ എക്സ്പെക്ടഡ് ആണ്. ബാക്കിയുള്ള ഈ നൂറൊക്കെ ചെയ്തിട്ട് ഒന്ന് ആണാണെങ്കിൽ എന്തിനാ ആണുങ്ങളൊന്ന് പുറത്താക്ക്, പെണ്ണുങ്ങൾ എന്താ ഞങ്ങള് 3 പേരും പാവങ്ങളല്ലേ മറ്റല്ലേ പവറിന്റെ ഇതൊക്കെ കാണിക്കട്ടെന്നുണ്ട്. വളരെ ക്ലീഷ ആയിട്ടായിരുന്നു, നല്ല വെറുപ്പിക്കലായിരുന്നു. അതെ. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ടാസ്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടാസ്കിനകത്ത് മറ്റേ ക്രൂസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, എൻഡ്യൂറൻസ് ആണ്. ഇങ്ങനെ കുരിശ് പോലെ നിൽക്കലല്ല, തൂങ്ങി നിൽക്കലാണ്. ബോഡി വെയിറ്റ് കൂടുതലുള്ളവര്, ഹൈറ്റ് കൂടുതലുള്ളവർക്കൊക്കെ ഈ സാധനം കുറച്ച് സീനാണ്. കാരണം ഹൈറ്റ് കൂടുന്തോറും നമ്മുടെ ഷോൾഡർ കുറച്ചും കൂടി ഒന്നിങ്ങനെ വളഞ്ഞിരിക്കും. കുറച്ച് ഹൈറ്റ് കുറവുള്ള ഷോർട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറച്ച് ബോഡി വെയിറ്റ് കുറവുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഈസിയാണ് ഈ സാധനം. പണ്ട് ബസ്സിൽ പോയി യാത്ര ചെയ്തവർക്ക് സുഖവും. അങ്ങനെ അങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി ഞാൻ ഈ പറഞ്ഞില്ല ഫിസിക്കലി. പലരും വിചാരിക്കും ജിമ്മ് ഡിഫറെന്റ്, ഫ്ലെക്സിബിലിറ്റി ഡിഫറെന്റ്. അത് വേറെ കാര്യമുണ്ട്. മസിൽ പവർ ഈസ് ഡിഫറെന്റ്, മസിലിന്റെ ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിഫറെന്റ് എന്നുള്ള സംഗതി. ഇപ്പോൾ ബോഡി വെയിറ്റ് കൂടിയവർ കുറെ ജിമ്മിൽ പോയവർക്കൊക്കെ ചിലപ്പോൾ ഇത് ക്രാംസ് വരാനുള്ള സാധ്യത. ഇതിപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അത്ലറ്റിക് ബോഡിയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസി. അതുകൊണ്ട് തന്നെയാണ് അക്ബർ ആദ്യം ചാടി, നെവിൻ ചാടി. നെവിനോ ചാടി ഫസ്റ്റ്, നെവിൻ ചാടി. അല്ല ആദ്യം ഷാനവാസ് ചാടി. കാരണം ഷാനവാസ് പാടായിരിക്കും. കാരണം എന്താ പറയുക, ഒന്നാമത് അയാൾക്ക് ഹാർട്ടിന് പ്രശ്നവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള ആ നൃത്തം അയാൾക്ക് ഭയങ്കര കാരണം ഡമ്മായി പോകും, കൈയൊക്കെ മരവിച്ച് പോകും. അതുകൊണ്ട് ഷാനവാസ് ആദ്യം ഇറങ്ങി. ഇറ്റ്സ് ഓക്കെ. ഷാനവാസിനെ നമ്മൾ TTF അങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട. അത് നല്ലതാണ്. കാരണം അയാളെ ബോഡി നോക്കി കളിക്കട്ടെ, അതിപ്പോ ഒന്നും പറയാല്ല. കാരണം ലാസ്റ്റ് ടാസ്കിൽ തന്നെ അയാൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചിരുന്നു അയാൾ. അപ്പൊ എനിക്ക് ഈ ടാസ്ക് കഴിഞ്ഞപ്പോ മനസ്സിലായി ഷാനവാസ് കൺസേൺ, ബോഡിക്ക് നല്ല രീതിയിൽ. അല്ല അയാൾ ആദ്യം ചെയ്തപ്പോ വിചാരിച്ചു ഇയാൾ എന്ത് താല്പര്യമില്ലാതെ മാറിക്കണേക്ക് കളിച്ചൂടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഈ ടാസ്ക് അയാൾ ചെയ്തെന്ന് മാറി നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അയാൾക്ക് അയാളുടെ ദേഹത്തിന് ബോഡിക്ക് നല്ല കൺസേൺ അയാൾ കൊടുക്കുന്നുണ്ടെന്നു. മേ ബി അത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അയാൾ ചിലപ്പോൾ മണപ്പെട്ടി വന്നാൽ എടുത്ത് കൊണ്ടുപോകും ചെയ്യും. ചാൻസസ് ആർ ഹൈ ചാൻസ് ആണ്. അപ്പം എന്താ പറയുക, ഷാനവാസ് ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നെവിൻ ചാടി. അത് കഴിഞ്ഞിട്ട് നമ്മളെ അക്ബർ ചാടി. ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ആ ഒരു ബോഡി വെയിറ്റിലുള്ള ആൾക്കാരൊക്കെ. അനീഷും പോയി. അനീഷ് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നെവിനാണ് അവിടെ കിടന്നു. നെവിന് പറ്റങ്ങട്ട് പിടുത്ത അവസ്ഥയിലായിരുന്നു നെവിൻ ഉണ്ടായിരുന്നത്. അനീഷ് പോയതിനു ശേഷം പിന്നെ അക്ബർ ചാടി. അനുമോള് നിന്നുട്ടാ. സൂപ്പർ ആയിട്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അനുമോൾ അങ്ങനെ നിൽക്കും. അനുമോള് സംഗതി ഗെയിം കളിക്കില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പൊ കുറച്ചായിട്ടുള്ള ഗെയിമുകളിലൊക്കെ അനുമോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കളിക്കാൻ വേണ്ടിട്ട്, ജയിക്കാൻ. ആദില വീണു ഇതിനിടയില്. ആദിലേനെ പിന്നെ അവരെല്ലാം കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നു, നല്ല ശ്രമിക്കുന്നു. വാശിയുണ്ട്. അന്ന് പറഞ്ഞ പോലെ PR-ന്റെ കാര്യം കൊണ്ട് മാത്രമല്ല, ഞാൻ എന്റെ കഴിവ് കൊണ്ട് കൂടി ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ്. നല്ല പക്ഷെ നല്ല അടിപൊളിയുണ്ട്. കാരണം എന്താ പറയാ, ഒരു അനുമോക്ക് അത് ഉണ്ടാവും ചെയ്യും. കാരണം അനുമോള് മറ്റേ ഷോ ഉണ്ടല്ലോ സ്റ്റാർ മാജിക് പോലുള്ള ഷോയിൽ ഇത് കളിച്ച് പ്രാക്ടീസ്ഡ് ആണ്. ഗെയിം കളിച്ച് പ്രാക്ടീസ്ഡ് ആണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് കാണിക്കും. പക്ഷെ അത് സക്സസ്ഫുൾ ആവോ ഇല്ല, അല്ലെങ്കിൽ ടാസ്ക് ജയിച്ചോ ഇല്ലെന്നില്ല. ടാസ്ക് ഒന്നും ജയിച്ചിട്ടില്ല, പക്ഷെ എഫേർട്ട് ഉണ്ട്. അത് ഞാൻ സമ്മതിച്ചു, എഫേർട്ട് ഉണ്ട്. അത് ഇന്ന് നമുക്ക് ഭയങ്കര എവിഡന്റ് ആയിരുന്നു, എഫേർട്ട് ഉണ്ട്. നൂറ പിന്നെ ഇന്ന് നിന്നടായിരുന്നു. നൂറ എന്താ പറയുക, നൂറയ്ക്ക് കുറച്ചു ദിവസം താന്നത് ഇന്ന് കയറിയിട്ടുണ്ടാവും. കുറച്ച് ദിവസം താന്ന് നിന്നോടുന്ന് ഇന്ന് നൂറ് എന്ത് ചെയ്തു, സ്കോർ ചെയ്ത്. കാരണം നല്ല എഫേർട്ട്. ഈ ആ 2 ചെക്കന്മാരൊപ്പം പിടിച്ചു നിന്ന എഫേർട്ടാണ് നൂറ് ഇട്ടിട്ടുള്ളത്.
ഒരു രക്ഷയില്ല. കാരണം ഇതത്ര ഈസി അല്ല ഈ സാധനം. എൻഡ്യൂറൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് പാടാണ്. ഇത് പക്ഷേ സീനുള്ള പരിപാടിയാണ്. പിന്നെ ഈ കൈ അത് ഭയങ്കര മരവിച്ചു പോവും, ആകെ വിഷയമാവും ആ സാധനം. പിന്നെ ആ ക്ലൈമറ്റ് ആണെങ്കിലും മഴയും എല്ലാം കൂടി ആവുമ്പോണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് അധികം ആരും അങ്ങനെ വെർബലി പോയില്ല, പ്രൊവോക്കിംഗ് ആയിട്ട് വെർബലി പോയിട്ടില്ല അങ്ങനെ ആരും. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് സാബുമാനും ആര്യനും തമ്മിൽ വെറുതെ കളിച്ചെന്തല്ലോ ആരും തോന്നി. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാബുമാനെ ഇറക്കാന്നല്ല എനിക്ക് തോന്നുന്നു. അതെന്താ പറയാ, സാബുമാന്റെ കോൺസെൻട്രേഷൻ എടുത്ത് കളഞ്ഞ സാബുമാൻ വിടുന്നുള്ളതാണ്. ആദ്യം സാബുമാനാണ് ഈ സാധനം ഇട്ട് തുടങ്ങിയത്, അത് ശ്രദ്ധിക്കണം. ആര്യന്റെ അടുത്ത് സാബുമാനാണ് ഈ സാധനം ഇട്ട് തുടങ്ങിയത്. പക്ഷെ അതിന്റെ മുകളിൽ ആര്യനൊരു സാധനം വെച്ചു. ഏത് നമുക്ക് ഗെയിം കളിക്കാം, നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്നുള്ളൊരു ഐറ്റം വെച്ചിട്ട് നൈസായിട്ട് സാബുമാനെ പ്രൊവോക്ക് ചെയ്തു. സാബുമാനാണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ മിസ്സായി. അതുകൊണ്ടാണ് ആ കൈ എടുത്തത്. ഞാൻ പല കമന്റ് ബോക്സുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടു, ബിഗ് ബോസ് നാറിയ കളി കളിക്കുന്നു, ബിഗ് ബോസ് വൃത്തിയായിട്ട്. എടാ നിങ്ങളിത് നിങ്ങൾ എപ്പിസോഡെങ്കിലും കണ്ടാൽ മതി. ഇതിപ്പോ ഇതെന്തായാലും നട്ടപ്പാതിരിക്ക് ലൈവ് കാണിക്കൂ. കാണുന്ന എപ്പിസോഡ് ഒന്ന് ശരിക്കും ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. നമുക്കും ഡൗട്ട് തോന്നിയിട്ട് നമ്മൾ ആ എപ്പിസോഡ് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയപ്പോ സാബുമാൻ കൈയെടുത്തിട്ടുണ്ട്. ആദ്യം സാബുമാനാണ് കൈയെടുത്തത്. ബിഗ് ബോസും എന്താ ഇത് അല്ല, അത് ബിഗ് ബോസ് കളിച്ച കളിയൊന്നുമല്ല. സാബുമാനായിട്ട് പുറത്തെ കൈ മാറ്റിയത്. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് ആരെയും ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത കളിയൊന്നുമല്ല. അപ്പൊ ഇനിയിപ്പോ പറയും മൈക്ക് വന്ന സമയത്ത് ആരും കൈയെടുത്തില്ല. മൈക്ക് വരുന്ന സമയത്ത് കൈയെടുത്ത് ആരും പറയുന്നുണ്ടായിരുന്നു അവിടെ പോയിന്റ്. ഞാൻ കൈയെടുത്തപ്പോ അവിടെ നിന്നു. അനുമോളാണ് മൈക്ക് കൊടുക്കാൻ വരുന്നത്. അനുമോള് ആരും ഭാഗം പറഞ്ഞ കൈയെടുത്തപ്പോഴത്തേക്കും അനുമോൾ അവിടെ നിന്നു. പക്ഷെ അത് മൈക്കിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇത് പ്രോപ്പറായിട്ട് ഒരു എന്താ പറയാ ബ്രെയിൻ ഫ്രീസ് മൂവ്മെന്റ് ആണ് ആരെ വന്നത്, സാബുമാന്റെ വന്നത്. അത് സ്റ്റക്കായി പോയി സാബുമാൻ ആ ആര്യം വരച്ച ഒരു വരയിൽ ആ വീണതാണ് സത്യം. വീണു പോയത് സാബുമാനെ അത് ഓർത്തുണ്ടോ? ആര്യൻ സംസാരിക്കുമ്പോ കൈ ഇങ്ങനെ ചൂണ്ടി സംസാരിക്കുന്നുള്ള അല്ല, അത് ആരും ഓർത്തൊന്നും കാണൂല. ആര്യന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യാ, ഒരു ഗെയിം വെച്ചിട്ട് ലാസ്റ്റ് നീ പറ്റിച്ചിടാന്നൊക്കെ പറഞ്ഞു ചുമ്മാ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. പക്ഷെ സാബുമാര് അതിനിപ്പോ ബിഗ് ബോസ് കളിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ബിഗ് ബോസിന് 1-2 ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കൊടുക്കാൻ പറ്റും. ഈ ഗെയിം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം, ഇത് സാബുമാനും ആര്യനും അഡ്വാൻറ്റേജ് ഉള്ളൊരു ഗെയിമാണ്. മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് തോന്നുന്നത് TTFൽ ഇവർക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഗെയിമുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ മിക്സ് ആയിട്ട് വരാം. ഇതിപ്പോൾ ഇവർക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഗെയിം വന്നു എൻഡ്യൂറൻസ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ബോഡി വെയിറ്റ് ഇട്ട് കളിക്കുന്ന രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ അക്ബറിനോ ഷാനവാസിനോ ഒക്കെ ചിലപ്പോൾ ഇതാവും. അങ്ങനെ ഇത് മാറി മറിഞ്ഞും വരും. പക്ഷേ നമുക്ക് അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരു ഗെയിമിൽ നമ്മൾ ടിക്കറ്റ് ഫിനാലയിൽ പോയിന്റ് അടിക്കുമ്പോഴാണ് നമ്മൾ കയറിപ്പോകും. അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് കോമ്പറ്റീഷൻ വിൽ ബി ബിറ്റ്വീൻ ആര്യൻ, സാബുമാൻ. മറ്റേ പട്ടാക്കേഴ്സ് പറഞ്ഞാൽ അതിന് കൊടുത്താണോ വീട്ടിൽ കാണാൻ ബിഗ് ബോസ് പ്രീ പ്ലാൻഡ് ആണ്. ഈ ഗെയിമുകളൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. എന്നാലും ആര്യൻ 9 പോയിന്റ്സ് വിത്ത് ആ 1 പോയിന്റ് ലാലേട്ടൻ്റെ പറഞ്ഞതിലുള്ള കിട്ടിയത് വെച്ചിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. നെവിന് പിന്നെ ഇന്നലെ ലാലേട്ടൻ്റെ വക ഒരു സാധനം ഉണ്ടായിരുന്നു. നെവിനൊരു പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് 3 പോയിന്റായി നെവിന്. സാബുമാൻ 8. സോ ഫസ്റ്റ് ആര്യൻ, സെക്കൻഡ് സാബുമാൻ, നൂറ 7, അനുമോൾ 6, ആദില 5, അക്ബർ 4, നെവിൻ 3, അനീഷ് 3, ഷാനവാസ് 1. അപ്പോൾ നാളത്തെ ടാസ്കും എന്തോ കറക്കുന്ന ടാസ്ക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് അല്ലേ. അപ്പം ഇനിയിപ്പോൾ രാത്രി എന്താണെങ്കിൽ നമുക്ക് ലൈവില് കാണാം. എന്താണിപ്പോൾ നടന്നതെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആവണല്ലോ. അല്ല, എപ്പിസോഡിലൊക്കെ അത് ക്ലിയർ ആയിരുന്നു. സാബുമാൻ ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ ചൂണ്ടുന്നത്. ഓക്കെ, ഇതെന്താ അറിയോ, ഈ ചില അനീഷ് ഫാൻസിനെ അനീഷിന് എന്താണെങ്കിലും 3 പോയിന്റ് താഴെയാണല്ലോ. അപ്പം എല്ലാം നൈസായിട്ട് സാബുമാനെ ഓക്കെ അക്ബറിനെ അടിക്കാന്നുള്ളൊരു സംഗതി, അക്ബറിന് ആര്യനെ അടിക്കാന്നുള്ളൊരു സംഗതി വരും. അതെന്താ അറിയോ, അത് ഞാൻ പറയാം, അതൊരു ട്രെൻഡാണ്. അതായത് ഈ അനീഷിന്റെ PR-ഉം അനുമോളുടെ PR-ഉം കൂടി ചെയ്തു വെക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ചീഞ്ഞ ഒരു ഐറ്റമാണ് എന്ത്, ആര്യനൊരു കപ്പ്, അക്ബറിനൊരു കപ്പ്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നത് ചീഞ്ഞ പരിപാടിയാണ്. കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യാണ്.
ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾക്ക് ഈ PR പോലുള്ള ഒരു എന്താ പറയുക വലിയ വെബില്ല, നമുക്ക് ഈ കാണുന്ന വ്യൂവേഴ്സേ ഉള്ളൂ. അവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ചീഞ്ഞ സാധനങ്ങളിൽ പോയി ചാടരുത്. കഴിഞ്ഞ കൊല്ലം ഇതുണ്ടായിരുന്നു, അതിന് മുന്നത്തെ കൊല്ലം ഉണ്ട്. ഇത് ഓരോ ടൈം ആകുമ്പോൾ തുടങ്ങും. ഇത് പ്രാവശ്യം ടിക്കറ്റ് ഫിനാലയിൽ തുടങ്ങി. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ചിൻഡോക്ക് ഇതേ സാധനം തന്നെയായിരുന്നു, ജാസ്മിനൊരു കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം സെയിം നമ്മൾ നോക്കുമ്പോൾ ആര്യനൊരു കപ്പ്, മറ്റേ അക്ബറിനൊരു കപ്പ്. അക്ബറിനൊരു കപ്പിന് വേറെ സീനുണ്ട്, സർഗോനെയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടിട്ട് ആ രീതിയിലുള്ള സാധനങ്ങളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആര്യനെ പിന്നെ ലാലേട്ട് എന്ത് പറഞ്ഞാലും ചീത്തൊന്നും പറയില്ല, വഴക്കും പറയില്ല. അതുകൊണ്ട് ആര്യന്റെ ഒരു കപ്പ് സ്വന്തം ആളാണ്. ഇത് ശരിക്ക് അനുമോളും അനീഷും ആർമിക്കാര് ചെയ്യുന്ന പരിപാടിയാ. അവരോട് പറയാനുള്ളത് എന്താ അറിയോ, നിങ്ങള് ബാക്കി ജനങ്ങളെ നിങ്ങൾ പൊട്ടെന്ന് വിളിച്ച് അവരെ പൊട്ടനും പൊട്ടത്തികളും ആക്കരുത്. കാരണം ജനങ്ങളെ വോട്ടുകൊണ്ടല്ലേ ഈ സാധനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ PR വർക്കിൽ വിശ്വാസം ഇല്ലേ? അതാണ് ചോദിക്കുന്നത്. സ്വന്തമായിട്ടുള്ള ആൾക്കാരെ പൊക്കി അടിച്ചാൽ മതി, ബാക്കിയുള്ളൊരു തരം താഴ്ത്തണ്ട. തരം താഴ്ത്തല്ലോ, ഇത് മറ്റേതാ പരിപാടി. ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്യണില്ല, അത് അവരുടെ ടീമിലേക്ക് എത്തിക്കണം, ബിഗ് ബോസ് എത്തിക്കണം. എന്നിട്ട് അവര് ചിന്തിക്കണം, അയ്യോ ഇവർക്ക് കൊടുത്താൽ നാട്ടുകാർ ഇങ്ങനെ പറയല്ലോ അങ്ങനെ പറയല്ലോ. അങ്ങനെ നടക്കാൻ പോകുന്നില്ല. ഡിയർ ബിഗ് ബോസിന്റെ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ മെമ്പേഴ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ പല തേർഡ് റേറ്റ് അടവുകളും PR-കൾ എടുക്കും. കഴിഞ്ഞ പോലെ ഇതേ അടവെടുത്തത്. ഇപ്പൊ അക്ബർ ഒരു കപ്പ് കൊടുത്താൽ സർഗോ സ്വന്തം ആളാണ്, സർഗോ അക്ബറിന് കപ്പ് കൊടുത്തു എന്നുള്ള രീതിയിൽ ഇവന്മാര് പറഞ്ഞുണ്ടാക്കുന്നുള്ള പേടിക്കെന്ത് ചെയ്യരുത്. ഒരാളെ വേറെ കൊടുക്കാതിരിക്കരുത്. ആര്യന് ഇതേപോലെ ആര്യ എന്റെ ബോൾഷൈൻ്റെ ആളാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവര് ഏഷ്യാനെറ്റ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനത്തെ ഇതൊന്നും പേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്. ഡിസർവിംഗ് ആണെങ്കിൽ നിങ്ങൾ കൊടുത്തോ, ജനങ്ങൾ വോട്ട് ചെയ്തു, നിങ്ങൾ കൊടുക്കുക, എന്താ ചെയ്യുക. നിങ്ങൾക്ക് ജയിച്ചോട്ടെ. ഞാനതാ പറയുക, അനുമോൾക്ക് വോട്ട് കിട്ടിയിട്ട് അനുമോള് ജയിക്കട്ടെ, ഒരു പ്രശ്നമില്ല. അനുമോള് ജയിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അനീഷ് ജയിച്ചാലും ഈ സീസണിൽ ആര് ജയിച്ചാലും ഒരു വിഷയമുള്ള കാര്യമല്ല. ബേസിസിലാവണം. അതേപോലെ ഈ പറയുന്ന ആൾക്കാരുടെ സാധനങ്ങൾ ആര് ജയിച്ചാലും സന്തോഷമാണ്. പക്ഷെ ജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ക്രിറ്റിസിസം വരും, അനീഷ് ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ക്രിറ്റിസിസം വരും, ബാക്കിയുള്ളവർ ജയിച്ചാലും ക്രിറ്റിസിസം വരും, പോസിറ്റീവ് വരും. ഇപ്പൊ അക്ബർ ജയിച്ചാൽ അതിന്റെ ക്രിറ്റിസിസം വരും, ആരും ജയിച്ചാൽ അതിന്റെ ക്രിറ്റിസിസം വരും. ക്രിറ്റിസിസം പ്ലസ് പോസിറ്റീവ് സാധനങ്ങൾ അത് എല്ലാവരുടെ ജയവും തോൽവിയിലും ഒക്കെ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ അതൊക്കെ ആ രീതിക്ക് നിങ്ങൾ വിടുക. ഓക്കെ, ബിഗ് ബോസുകാരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, അവർക്ക് കൊടുക്കരുതെന്നുള്ള സാധനം ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീമുകളൊക്കെ കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് കപ്പ് കൊടുക്കുന്നത്. തന്നെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല, ജനങ്ങൾ ഞാൻ പറയാ, എന്നാലും അവർക്ക് അവരുടെ ഇതിലൊരു കിട്ടുള്ളൂ, അവർക്ക് ഒരു കൊട്ട് കിട്ടുള്ളൂ ഈ ടീമിന്. തിങ്ക് വൈസ് സീസൺ 6 നിങ്ങളൊരു എന്നാലും നല്ല സ്ട്രോങ് ആണ്. അനീഷിന്റെ അനീഷ് ആർമിയും അനുമോൾ ആർമിയും ഭയങ്കര സ്ട്രോങ് ആട്ടോ. തനിക്കുള്ള അതുകൊണ്ട് എന്താ മത്സരമില്ല, എന്താ അടിപൊളി മത്സരം. പാവം നമ്മുടെ ആര്യനാണെങ്കിൽ മാത്രല്ല അക്ബറും കുറവൊന്നുമില്ല, പക്ഷെ അക്ബർ വേറെ ആൾക്കാർ തരം താഴ്ത്തുന്നു ഞാൻ ആര്യന്റെയും കണ്ടിട്ടില്ല. തരം താഴ്ത്തലൊക്കെ ഉണ്ട്, ഇവരുടെ അത്ര എക്സ്ട്രീം ഇല്ലാന്നുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറില്ല. പൈസ കൊടുത്തിട്ടല്ലോ ആരോടാണ് പറയാൻ പറ്റും, പൈസ കൊടുത്തിട്ടല്ലോ. അക്ബറുടെ ടീമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ബാക്കി കമന്റ് ബോക്സിലും ഒക്കെ കയറിയിട്ട് തരം താഴ്ത്തൽ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇല്ല ഒന്നും അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അക്ബർ തീയൊക്കെ ഇട്ടിരുന്നോ, അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലാതെ. പക്ഷെ ഇവരുടെ അത്ര എക്സ്ട്രീം ടോക്സിക് അല്ലാന്നേ ഉള്ളൂ. പക്ഷെ ടോക്സിക് ആണ്, അത്യാവശ്യത്തിന് പണി മരുന്ന് അവരുടെ കയ്യിലുണ്ട്, ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഇത്രയ്ക്കൊന്നുമില്ല എന്തായാലും. അക്ബറിന് കപ്പോട്ട് അറിയും, സർഗോന്റെ ആളായോണ്ട് കൊടുത്തു പറയൂ. നല്ല സങ്കടം ഉണ്ടല്ലോ അക്ബറിന്റെ PR ആയതുകൊണ്ട്. ഒരാൾ അനീഷിന്റെ PR, ഒരാൾ ഞാൻ അക്ബറിനെ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ഞാൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്യും, ആര്യനെ സപ്പോർട്ട് ചെയ്യും, നെവിനെ സപ്പോർട്ട് ചെയ്യും. ഈ മൂന്നാളെ PR നമ്മള് വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അത് ഞാൻ വീഡിയോ ഓഫാക്കിയതിന് ശേഷമാണ് എൻ്റെ മൈൻഡിലാ സാധനം കത്തി. നെവിൻ കാണിച്ചൊരു വൃത്തികേടുണ്ട്. അനുമോളെ പറഞ്ഞ് നെവിനും ഇങ്ങോട്ട് തീരണില്ല. അനുമോളെ പറഞ്ഞിട്ട് അത് ശ്രദ്ധിച്ചോ, ഇന്നും ഇങ്ങോട്ട് അനുമോൾ അങ്ങനെ ആക്കി, അനുമോൾ തിരിഞ്ഞു നിന്നു, അനുമോൾ മാറി നിന്നു, ബിഗ് ബോസ് അങ്ങനെ നോക്ക് ഇങ്ങനെ നോക്ക്. അവിടെയൊക്കെ സത്യത്തിൽ നെവിൻ ആര്യനെ മൈൻഡ് ചെയ്യാതെ, ആര്യനും അതേപോലെ നിന്നിട്ടുണ്ട്, സാബുമാനും അതേപോലെ കൈ മടക്കിയിട്ടുണ്ട്. അവിടെ ആ ഗ്രഡ്ജ് ഭയങ്കരമായിട്ട് മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ഗ്രഡ്ജ് നെവിൻ്റെ ഭയങ്കര വിസിബിൾ ആയിരുന്നു.
അത് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെയോ എങ്ങനെ നിക്കണമെന്നും പറയണില്ലല്ലോ. അനുമോള് മാറി നിന്നു, അനുമോള് ഹോൾഡ് ചെയ്തു. നെവിൻ ഇങ്ങോട്ട് നെവിന്റെ ആ ഒരു വൃത്തികെട്ട സൈഡ് ഉണ്ടല്ലോ, അതെ അത് ഗ്രഡ്ജ് സൈഡ്. സംഗതി നോമിനേഷൻസിൽ പറയുമ്പോഴും ബാക്കിയുള്ളവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഫണ്ണായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനത്തെ ഗെയിം വരുന്ന സമയത്ത് ഈവൻ പ്രൊവോക്ക് ചെയ്യാൻ, ഇപ്പം നെവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാ എന്താ ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞു അതിനെന്താന്ന് ചോദിക്കും. പക്ഷെ അത് അനുമോളുടെ അടുത്ത് മാത്രം അങ്ങനത്തെ ഒരു സാധനം അടിക്കുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഓപ്പോസിറ്റുള്ള കോൺഫിഡൻസ് ലോ ആവും. സാബുമാനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വോട്ട് ചെയ്തതിന് സാബുമാനായിട്ടാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റിൽ ഞാൻ പറയും, ഇനിയിപ്പോ സാബുമാനോട് നെവിന് ദേഷ്യം തോന്നും. കാരണം ഇനി പറയുന്ന അല്ല അനുമോളുടെ പാവയാണ് സാബുമാൻ എന്ന് പറയും. കാരണം അക്ബറിന്റെ പാവയാണ് മറ്റേ പറയുന്നത്. അപ്പൊ പറയാതിരിക്കുന്നില്ല. പക്ഷെ അതൊന്നും എടുത്ത് പറയണം തോന്നി. കാരണം അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ആ സാധനം ഇറിറ്റേറ്റിംഗ് ടു ദ പീക്ക് ആയിരുന്നു അനുമോള കാരണം നെവിനെ കൊണ്ട് പറ്റാതെ പെർഫോം ചെയ്യാൻ പറ്റാതെ അറിയുമ്പോൾ ഒരു ഐറ്റമാണ്. അനുമോൾ അവിടെ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള ഈ അനുമോള് പറഞ്ഞ കാര്യം എനിക്ക് ഒരു പോയിന്റ് ആയിട്ട് തോന്നി. കാരണം ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നെവിന് വേണ്ടിയിട്ടല്ല, പക്ഷെ അത് അനുമോളും കഴിക്കരുത് എന്നുള്ള തോന്നലുകൊണ്ടാണ് അനുമോളിന് പിന്നാലെ നെവിന് പോയി വന്നത്. അവിടെ ഉണ്ടോന്ന് എനിക്ക് എനിക്ക് അവിടുത്തെ സീൻ വേറെയാണ്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അത് അനുമോൾ അതേപോലെ ഇതിപ്പോ ഇത് തോന്നിക്കുക, അതായത് പോയിന്റ് കിട്ടാത്തതുകൊണ്ട് അനുമോൾക്ക് കിട്ടരുതെന്നുള്ള സാധനം ആക്കിയതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ആ ഫുഡിന്റെ കാര്യത്തിൽ അവിടെ ഞാൻ അപ്പോഴും അനുമോളെ ഈ പറഞ്ഞ പോലെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. കാരണം അത് അനുമോൾ അങ്ങനെ നന്മപരമാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് കൊടുത്തിട്ട് നന്മപരമാവേണ്ട ഒരു പരിപാടി. ഇത് രണ്ടുപേർക്കും തമ്മിലുണ്ട്. പക്ഷെ നെവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ സാധനം നല്ലതായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ആ സാധനം അടിച്ചതിനോട് യോജിപ്പില്ല.